ഹലോ ഗൈസ്, നമുക്കിന്ന് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കുട്ടി ബോയ് ഉണ്ടാക്കി നോക്കിയാലോ. സോ അതിന് വേണ്ടിയിട്ട് സ്ക്വയർ ഷേപ്പിലുള്ളൊരു ക്ലോത്ത് എടുക്കാം. 5 ഇഞ്ച് ലെങ്ത്തും 5 ഇഞ്ച് വിഡ്ത്തുള്ളൊരു ക്ലോത്താണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൽ നല്ല സൈഡ് ഉള്ളിൽ വരുന്ന രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് കിട്ടും. ഇതിൽ 3 സൈഡ്സ് ഓപ്പൺ ആയിരിക്കും. ഈ 3 സൈഡ്സും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലെങ്തി സൈഡ് ഉണ്ടല്ലോ, ആ ലെങ്തി സൈഡിൽ സെൻറ്ററിൽ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. ആ ഗ്യാപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. അതിനുശേഷം ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ കൂടെ നമ്മുടെ ഈ ക്ലോത്ത് ഒന്ന് ഇൻസൈഡ് ഔട്ട് ആക്കി എടുക്കണം. സോ ഫുള്ളി ഇൻസൈഡ് ഔട്ട് ആക്കിയതിന് ശേഷം എന്തെങ്കിലും ഷാർപ്പ് ഒബ്ജക്റ്റ് എടുത്തിട്ട് ഇതിൻ്റെ കോർണേഴ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഫൈനലി നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് കിട്ടും. ഇനി നെക്സ്റ്റ് പീസിന് വേണ്ടിയിട്ട് 10 ഇഞ്ച് ലെങ്ത്തും 5 ഇഞ്ച് വിഡ്ത്തിലുള്ള വേറൊരു പീസ് ഓഫ് ക്ലോത്ത് എടുക്കാം. ഇത് രണ്ടായി മടക്കി അറ്റത്ത് ചെറുതായി ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. സോ ഫൈനലി അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇനി ഇത് മുൻപ് ചെയ്തതുപോലെ തന്നെ നല്ല സൈഡ് ഉള്ളിലേക്ക് ആക്കിയിട്ട് 3 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സിമിലർലി നമ്മൾ മറ്റേ ലെങ്തി സൈഡിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. ആ ചെറിയ ഗ്യാപ്പിൽ കൂടെ ക്ലോത്ത് ഇൻസൈഡ് ഔട്ട് ആക്കി എടുക്കാം. ഏതെങ്കിലും ഷാർപ്പ് ഒബ്ജക്റ്റ് കൊണ്ട് കോർണേഴ്സ് അറേഞ്ച് ചെയ്യാം. നെക്സ്റ്റ് ഇനി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്ന ചെറിയ പീസ് ഉണ്ടല്ലോ, അതെടുത്ത് ഇതുപോലെ ചെറിയ ചെറിയ ഞെറുകൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞെറുകളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സൂചിയും നൂലും യൂസ് ചെയ്ത് ആ ഞെറി ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കാം. സിമിലർലി നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ വലിയ പീസും എടുത്തിട്ട് ഞെറികളിട്ട് കൊടുക്കാം. ഞെറികൾ അറേഞ്ച് ചെയ്തതിന് ശേഷം ആ ഞെറികളൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 2 പീസസും ഒന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ക്ലോത്ത് എടുത്ത് ഒരു റിബൺ പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ 2 പീസും ഒരു ത്രെഡ് കൊണ്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ലൈക്ക് നെക്സ്റ്റ് പ്രൊസീജിയർ ഈസി ആവാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യണത്. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത റിബൺ പോലത്തെ പീസില്ലേ, അത് വെച്ച് ഇത് രണ്ടും ജോയിൻ ചെയ്യുക. നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമുക്ക് സൂചിയും നൂലും പുറത്തായാലും നമുക്ക് അതൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ആ ഗ്യാപ്പിൽ കൂടെ ഒരു ക്ലിപ്പ് എടുത്ത് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സോ ഈസി. ആൻഡ് ഫൈനലി അവർ പ്രൊഡക്റ്റ് ഈസ് റെഡി.